രാജാവെ തീ കത്തിക്കാൻ, ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയവാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാ, എന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവെ തീ കത്തിക്കാ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാ, എന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവെ തീ കത്തിക്കാ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാ, എന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവെ തീ കത്തിക്കാ. ാവട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചവളാണ്. എന്റെ അച്ഛൻ ഒരു മന്ത്രവാദിയായിരുന്നു. എനിക്ക് 20 വർഷക്കാലമായി ഭയങ്കര തലവേദനയായിരുന്നു. തലവേദന സർദലുമായിട്ടിരുന്നു. അങ്ങനെ ഞാൻ പല ആശുപത്രിയിൽ പോയിട്ട് എനിക്ക് യാതൊരു കുറവില്ലായിരുന്നു. അങ്ങനെ സിസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. ഇത്രയും അർപ്പണം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്ന് വിടുവിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. ഞാൻ സാക്ഷി പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് കൊച്ചിലെ ശ്വാസം മുട്ടലും ജന്നിയും പനിയും ഇടയ്ക്കിടെ വരുമായിരുന്നു. 5 വർഷക്കാലമായി ഈ ആരാധനയ്ക്ക് വരുന്നു. ഈ ആരാധനയ്ക്ക് വരുന്നത് കൊണ്ട് എന്നെ ഈ യേശു കർത്താവ് സൗഖ്യമാക്കി. ഇത്ര അത്ഭുതം പഠിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഞങ്ങൾ കുടുംബമായി ഇവിടെ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഇക്കഴിഞ്ഞ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതിയിരുന്നു. എന്നാൽ പരീക്ഷ വളരെ പ്രയാസകരമായിരുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞങ്ങൾ ഇവിടെ സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ പങ്കെടുത്തത്. എന്നാൽ പ്രാർത്ഥനാ മധ്യ സിസ്റ്റർ ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനസ്സിൽ വിചാരിച്ച് കൈയുയർത്തി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അപ്രകാരം തന്നെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നിടത്ത് വീട്ടിനടുത്തുള്ള കാരക്കോണം മെഡിക്കൽ കോളേജിൽ തന്നെ, അതും MBBS മെറിറ്റ് സീറ്റിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുവാൻ ദൈവം സഹായിച്ച് എന്നെ ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു വലിയ അത്ഭുതത്തെ സാക്ഷീകരിക്കാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആകുക എന്നുള്ളത്. അതിൻ്റെ ആദ്യപടിയായിട്ട് എൻട്രൻസ് എക്സാം എഴുതേണ്ടായി. പക്ഷെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിരാശപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. അങ്ങനെ നിരാശയിലാണ്ടിരിക്കുമ്പോഴാണ് സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായത്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് മെറിറ്റ് സീറ്റിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ദൈവം MBBS അഡ്മിഷൻ ദാനമായി നൽകി. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം നൽകിയ ദൈവത്തിന് കോടാനുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആമീൻ. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. വിശുദ്ധ ആരാധനയിൽ വീണ്ടും ഒരു സാക്ഷിയായി നിർത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സാക്ഷി പറയുന്നത് എന്റെ മാതാവിന് യേശോപ്പൻ ചെയ്ത ഒരു വലിയ അത്ഭുതമാണ്. ഒരു സെക്കൻഡ് സാറ്റർഡേ ആരാധന എന്റെ മാതാവ് ഈ ഹാളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ ആരാധന മധ്യേ ദൈവാത്മാവിൽ നിറഞ്ഞ് വസന്തേ വസന്തേ എന്ന് 3 പ്രാവശ്യം വിളിച്ചു. മകനെപ്പറ്റി ഭാരപ്പെടുന്ന വസന്തേ, നിന്താ മകൻ തിരിച്ചു മടങ്ങി നിങ്ങൾ അടുത്തേക്ക് വരുന്നു, ദൈവദാസ് തൊട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയാനിടയായി. 11 വർഷം കൊണ്ട് മാതാവിനോട് സഹോദരങ്ങളുടെ എന്നും സംസാരിക്കുന്നില്ല. 11 വർഷം കൊണ്ട് സഹോദരൻ വിദേശത്തായിരുന്നു. ഈ സിസ്റ്റർ വിളിച്ചു പറഞ്ഞ പിറ്റേ ദിവസം തന്നെ വിദേശത്തിരുന്നോണ്ട് ഫോൺ ചെയ്തിട്ട് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ കൊടുത്ത് അമ്മയോട് സംസാരിക്കുകയും, അമ്മ താമസിക്കുന്നത് ഒരു വലിയ പാറ എന്ന സ്ഥലം, ആ പാറയിലായിരുന്നു. അവിടെ സ്ഥലം മണ്ണ ഒന്നുമില്ല, കിണറൊന്നും കുഴിക്കാൻ പറ്റുന്ന ഇടമല്ല. ആ ഫോണിൽ കൂടെ സഹോദരൻ പറഞ്ഞു, അമ്മ നിങ്ങൾക്ക് ഒരു കുഴൽ കിണർ കുഴിച്ചു, ഞാൻ പൈപ്പ് എടുത്ത് നിങ്ങൾക്ക് വെള്ളം തരാമെന്ന് പറയുവാനിടയായി. ഒരാഴ്ചക്കകം തന്നെ കുഴൽ കിണർ കുഴിക്കുകയും നടയിൽ പൈപ്പ് വെച്ച് വെള്ളം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. അത് മാത്രമല്ല, എന്റെ പിതാവ് വലിയൊരു രോഗത്താൽ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ആ സമയത്ത് സഹോദരനോട് വിളിച്ചു പറഞ്ഞപ്പോൾ സഹോദരൻ അവിടെ നിന്ന് 3-ാം ദിവസം തന്നെ വിദേശത്തിൽ നിന്ന് കടന്നു വരി ഓപ്പറേഷൻ നടന്നു 15 ദിവസത്തോളം ആശുപത്രിയിൽ നിന്ന് സംരക്ഷിക്കുക, അതിന്റെ ചിലവെല്ലാം സഹോദരൻ വഹിക്കുകയും എല്ലാം ചെയ്ത് പിതാവിനെ ഭവനത്തിൽ കൊണ്ടെത്തിച്ചു. അത് മാത്രമല്ല, ഞങ്ങൾ 4 സഹോദരങ്ങളുണ്ട്. 4 പേരോട് ഈ 11 വർഷം കൊണ്ട് സഹകരിക്കുകയും സംസാരിക്കുകയോ ഒന്നുമില്ല. ദൈവസ്നേഹം കൊണ്ട് ഇപ്പോൾ 4 പേരും ഒരു ദൈവസ്നേഹത്തിൽ സ്നേഹത്തോടെ ആയിരിക്കുന്നു. ആ ദൈവം ചെയ്ത നന്മയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഇളയ സഹോദരനെ ആ സഹോദരൻ വിദേശത്തേക്ക് കൊണ്ടുപോയി നല്ലൊരു ഉപജീവനം വാങ്ങിക്കൊടുക്കുകയും കൂടെ നിർത്തിക്കുകയും ചെയ്യുന്ന ഇത്രയും വലിയ അത്ഭുതം ചെയ്ത യേശുവപ്പന് കോടാനകോടി സ്തോത്രം പറഞ്ഞുകൊണ്ട് സാക്ഷി വിരമിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് പെട്ടെന്നൊരു വയറ്റുവേദന വരികയും 3 ദിവസം തുടരെ ആയിരുന്നു. അട്ടയുമ്പോഴും പിടയ്ക്കുന്ന അവസ്ഥ പോലെ ആയിരുന്നു. അങ്ങനെ എന്നെ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ യാതൊരു കുറവുമില്ല. എന്ത് തന്നെ മരുന്ന് കഴിച്ചിട്ടും ഗുളിക കഴിച്ചിട്ടും ഒന്നും മാറുന്നില്ലായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ അവിടെ എന്നെ കിടത്തിയിട്ട് ഇവിടെ ഞായറാഴ്ച ഉള്ള ആരാധനയ്ക്കായി കടന്നു വന്നു. അപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആശുപത്രിയിൽ ഇരുന്ന് എന്റെ വയറ്റിൽ എന്തോ തുളച്ച് കയറും പോലെ തോന്നുകയും ഞാൻ അപ്പോൾ തന്നെ കമഴ്ന്ന് വീഴുകയും ചെയ്തു. ശരീരം എല്ലാം അങ്ങ് പച്ചവെള്ളം പോലെ ആകുകയും ചെയ്തു. പിറ്റേ ദിവസം അപ്പോൾ തന്നെ എനിക്ക് സൗഖ്യമായി. പിറ്റേ ദിവസം വാർഡിൽ വന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്കിനി യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അത് പോയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. എന്നാലും എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ അഗ്നി ഇറക്കി അത്ഭുതം പറഞ്ഞ എന്റെ യേശുവിന് 1000 നന്ദി സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നാമപ്പെടട്ടെ. ഞാൻ സാക്ഷ്യം പറയുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഭവനത്തിലായിരിക്കുമ്പോൾ തലച്ചിറ്റലുണ്ടായി, തലകറങ്ങി വീഴുകയുണ്ടായി. ഉടൻ തന്നെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു ECG എടുക്കണമെന്ന്. ECG എടുത്തതിന് ശേഷം വീണ്ടും ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, അമ്മയ്ക്ക് ഹാർട്ടിൽ പൾസ് വളരെ കുറവാണ്. ഉടൻ തന്നെ 24 മണിക്കൂർ ടെസ്റ്റിനായി ICU യൂണിറ്റിലായിരിക്കണം. TMT ടെസ്റ്റും എക്കോ ടെസ്റ്റും എടുക്കേണ്ടതായുണ്ടെന്ന്. തുടർന്ന് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റിന് ശേഷം വീണ്ടും ഡോക്ടർ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഹാർട്ടിൽ പൾസ് വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണം, ഒരു പേസ് മേക്കർ മെഷീൻ വയ്ക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു, ഭവനത്തിലേക്ക് അയച്ചു. വീണ്ടും പറഞ്ഞു ബെഡ് റെസ്റ്റ് ആയിരിക്കണം, യാതൊരു ജോലിയും ഭവനത്തിൽ പോയാൽ ചെയ്യരുതെന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം തുടർന്ന് ഞങ്ങൾ ഭവനത്തിൽ കടന്നു വന്നു. തുടർന്നുള്ള ഞായറാഴ്ച ആരാധനയിൽ ഞാനും എന്റെ അച്ഛനും കൂടി എന്റെ അമ്മയെ ഭവനത്തിലാക്കിയിട്ട് പ്രയർ ഗാർഡൻസ് ആരാധനയ്ക്ക് കടന്നു വന്നു. ആരാധന മധ്യേ ആന്റി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എന്റെ വലതുഭാഗത്ത് സഹോദരന്മാരുടെ മധ്യേ വളരെ മുൻവശത്ത് ഒരു സഹോദരൻ തന്റെ ഭാര്യയെ ഭവനത്തിലാക്കിയിട്ട് തന്റെ ഭാര്യയുടെ ഹൃദയരോഗം കാരണം ഭാര്യ മരിച്ചു പോകുമോ എന്ന നിലവിളിയോടെ ആയിരിക്കുന്നു. ഭാര്യയുടെ ഹൃദയത്തിലെ രോഗം കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു. ഉടൻ തന്നെ ഭവനത്തിലായിരുന്ന എന്റെ മാതാവിനെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തി. തുടർന്ന് ഞങ്ങൾ ECG എടുത്തപ്പോൾ ഡോക്ടർ ഹാർട്ടിൽ പൾസെല്ലാം നോർമലായി, ഹൃദയത്തിൽ യാതൊരു രോഗവുമില്ലെന്ന് പറയുവാനിടയായി. ഇത്രത്തോളം അത്ഭുതം പ്രവർത്തിച്ചു. ഓപ്പറേഷൻ കൂടാതെ എന്റെ അമ്മയെ വിടുവിച്ച സ്വർഗത്തിലെ എന്റെ വലിയവനായ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിച്ചു കൊള്ളുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. എനിക്ക് 2-3 മാസം കൊണ്ട് ഒരു നെഞ്ചുവേദനയായിരുന്നു. അത് പെട്ടെന്ന് കൂടുതലായി ആ സമയത്തിന് ഓർമ്മശക്തി എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ മരണാവസ്ഥയിലായി. എൻ്റെ കുഞ്ഞുങ്ങളെ നിലവിളിയോടെ എൻ്റെ അമ്മ മരിച്ചു പോകുന്നു. ആ സമയത്ത് എൻ്റെ കർത്താവിൻ്റെ ദാസിരോട് പ്രാർത്ഥനയ്ക്ക് ഞാൻ അപേക്ഷിച്ചു. പ്രാർത്ഥിച്ച അപ്രയം പറഞ്ഞ് നിങ്ങളെ രോഗനിതാൽ പൂർണ്ണമായി എടുത്തു മാറ്റിക്കൊടുക്കുന്നു. ആ ഇന്ന് എൻ്റെ ദൈവം, ഞാൻ ഒരു വിധവയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇന്ന് എൻ്റെ ദൈവം എനിക്ക് എല്ലാ ജോലി ചെയ്യാനും, എനിക്ക് കരിങ്കല്ല് തൂക്കിയെടുത്ത് തലയിൽ വലിയ ഭാരപ്പെട്ട കരിങ്കല്ല് തൂക്കിയെടുത്ത് തലയിൽ ചുമടും. ഇപ്പൊ നിങ്ങൾക്ക് ഹൃദയരോഗമുണ്ടോ? ഇല്ല, ഒരു രോഗവും എനിക്കില്ല. ആ രോഗമെല്ലാം പൂർണ്ണമായി എടുത്തു മാറ്റി. നിങ്ങളുടെ മരണത്തിൽ നിന്ന് വിടുവിച്ചതാര്? യേശുവപ്പൻ. ഹല്ലേലൂയ. ഇത്രയും ദൈവം വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ 2 സാക്ഷി പറയാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ആദ്യ സാക്ഷ്യം, ഞാൻ ആർമി ട്രാൻസ്ഫർ ആയി ഇവിടെ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ എനിക്ക് ഒരു ജോലി ദൈവം തന്നു. അതുപോയിട്ട് രണ്ടാമത് സാക്ഷ്യം, എൻ്റെ കാല് വ്രണം ആയിരുന്നു. അത് പുഴുവായി. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ സിസ്റ്ററിന് വേണ്ടി കാല് മുറിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സിസ്റ്ററിന് ഫോൺ ചെയ്തു. സിസ്റ്റർ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുത സൗഖ്യം തന്നു. ദൈവം അത്ഭുത സൗഖ്യം തന്നു. കാല് മുറിച്ചോ? ഇന്ന് കാല് മുറിച്ചില്ല. കാല് പുഴുണ്ടോ? ഇപ്പോ പുഴുവില്ല. ഹല്ലേലൂയ. ഇത്രയും സൗഖ്യം തന്ന ദൈവത്തിന് കോടാകോൺ സ്തോത്രം പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങൾക്ക് സൗഖ്യം തന്ന ദൈവത്തിന്റെ പേരെന്താണ്? യേശുവൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ ഭാര്യയുടെ സഹോദരന് വേണ്ടിയാണ്.
ഇദ്ദേഹം 10 വർഷക്കാലം അവിടെ മസ്കറ്റിൽ അവിടെ ഒരു വർക്ക്ഷോപ്പിൽ അവിടെ ജോലിയായിരുന്നു. ഒരു ദിവസം രാവിലെ ഇദ്ദേഹം ഇയാൾ ബാത്റൂമിൽ പോയപ്പോൾ പെട്ടെന്ന് തലചുറ്റി വീഴുകയും, അപ്പോൾ അങ്ങനെ അവിടെ സ്ഥാപനത്തിൽ ഉള്ള മറ്റുള്ള ജോലിക്കാരെല്ലാം കൂടി ചേർന്ന് ഇദ്ദേഹത്തെ ഇയാളെ നേരെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പം ഡോക്ടർമാർ സ്കാൻ ചെയ്തു, ബാക്കി ടെസ്റ്റുകളൊക്കെ എല്ലാം നടത്തി. അപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായി, ഇയാൾക്ക് ഷുഗർ വളരെ കൂടുതലാണ്, ഗ്യാസ്, കൊളസ്ട്രോള്, BP, ഇങ്ങനെ പല അസുഖവും. അതിന് പുറമെ ഒരു അറ്റാക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ഡോക്ടർ പറയുകയുണ്ടായി. ഏകദേശം ഡോക്ടർമാർ ട്രീറ്റ്മെന്റ് ചെയ്ത് ഏകദേശം 1 ലക്ഷം രൂപയോളം തന്നെ അവിടെ ചെലവായി. എന്നിട്ട് ഡോക്ടർ പറയുകയുണ്ടായി, ഇയാൾക്ക് ഇനി വലിയ ജോലികളൊന്നും ചെയ്യാൻ കഴിയുകയില്ല, എവിടെയെങ്കിലും റെസ്റ്റ് എടുത്ത് വെറുതെ ഇരിക്കാനേ പറ്റുകയുള്ളൂ, ഇനിയും ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഭീമമായ തുക വേണ്ടി വരും, നാട്ടിൽ കയറി പോകുന്നതാണ് നല്ലത് എന്ന് ഡോക്ടർ പറയുകയുണ്ടായി. ഇയാൾ അങ്ങനെ വളരെ വിഷമത്തോടും പ്രയാസത്തോടും നേരെ ഡിസ്ചാർജ് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും റൂമിൽ തന്നെ വന്നു. അപ്പോൾ ഒരു കാര്യം ഇയാൾക്ക് മനസ്സിലായി, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എനിക്ക് എന്നെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇയാൾ ഒരു ഹിന്ദു കുടുംബത്തിൽ, അങ്ങനെ കുടുംബ കോവില്, ഇങ്ങനെ കുടുംബക്ഷേത്രം, ഇങ്ങനെ അനുഗ്രഹിച്ച് തുള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന നല്ലൊരു ഭാഗം തന്നെ ആ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയൊക്കെ ചെലവാകുമായിരുന്നു. എന്നാൽ ഈ വിളിച്ച ദൈവങ്ങളെല്ലാം ഇയാളെ കൈയൊഴിഞ്ഞു. അപ്പോൾ ഇയാൾ ഒറ്റ മാർഗം കണ്ടുപിടിച്ചത് നേരെ ഇടത് കൈ നേരെ മുറിച്ചങ്ങ് മരിച്ചു കളയാം, ഞരമ്പ് കട്ട് ചെയ്ത് മരിച്ചു കളയാം എന്ന് പറഞ്ഞ് ഞരമ്പ് കട്ട് ചെയ്ത് അങ്ങനെ കുറെ സമയം അങ്ങനെ കിടന്നു. അങ്ങനെ കൂടെയുള്ള ജോലിക്കാർ അവർ കണ്ടു, അവർ വീണ്ടും നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറയും, ഇയാളെ പെട്ടെന്ന് നാട്ടിലെത്തിക്കാനാണ് നല്ലത് എന്ന് പറയും, ഇനി ഇവിടെ നിന്ന് ഒട്ടും നിർത്തിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കൂടെ നിന്ന് എല്ലാവരും കൂടി ചേർന്ന് നേരെ ഫ്ലൈറ്റിൽ നേരെ നാട്ടിലയച്ചു. ഇങ്ങനെ അടിയന്റെ ഭവനത്തിൽ വരികയുണ്ടായി. അപ്പോൾ കിടന്ന കിടക്കയിൽ എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി. മരുന്ന് തന്നെ ഒരു 1000-400 രൂപ ഇവിടെ വേണമായിരുന്നു. നേരെ ഇവിടെ നിന്ന് ഇരുന്ന് ഇടപ്പിൽ എണീക്കാനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഒരു പ്രഗത്ഭരായ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ അദ്ദേഹം പറഞ്ഞു, ഈ മരുന്നുകളെല്ലാം കണ്ടിന്യൂ ചെയ്യണം, ഇദ്ദേഹത്തിന് നല്ല ട്രീറ്റ്മെന്റ് വരും, നല്ല തുക വേണ്ടി വരും, എന്തായാലും തൽക്കാലം ഇപ്പോഴും ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഭവനത്തിൽ വന്നു, നേരെ അവിടെ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ദൈവം യേശു കർത്താവിനാൽ എല്ലാം കഴിയും. ഞാൻ എന്നെ സൗഖ്യമാക്കിയ എന്റെ ദൈവം നിങ്ങളെക്കാളും വലിയ കഷ്ടമായിരുന്നു, നിന്നെക്കാളും വളരെ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ ആരാധനയിൽ കടന്നു വന്ന് എന്റെ കർത്താവ് എന്റെ സകല രോഗത്തെ സൗഖ്യമാക്കി എന്റെ ജീവിതത്തിൽ നന്മകളും ചെയ്തു. ആ ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെക്കൻഡ് സാറ്റർഡേ കൂട്ടായ്മയിൽ ഇയാൾ ഉപവാസത്തോടെ കടന്നു വന്നു, വിളിച്ചു ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഈ ആരാധനയിൽ മരണ നിലവിളിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ വിളിച്ചു പറയുകയുണ്ടായി, മരണ നിലവിളിയോടെ വിളിച്ചിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇതാ തൊടുന്നു, മരണഭീതിയിൽ നിന്ന് മാറ്റുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ഇതാ തൊട്ട് സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഹല്ലേലൂയ, യേശു സ്തോത്രം. അത്ഭുതം എന്ന് പറയട്ടെ, ഇയാൾ പോയി വീട്ടിൽ മടങ്ങി വന്ന സമയത്ത് ആ വന്ന അവസ്ഥ പോലെയല്ല, നല്ലൊരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടായി. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു അസുഖം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയുണ്ടായി. ഞങ്ങൾ വീണ്ടും കാണിച്ച ഡോക്ടറെ കൊണ്ട് കാണിച്ച് വീണ്ടും സ്കാൻ ചെയ്തു നോക്കിയപ്പോൾ ഡോക്ടറിന് ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ ഹൃദയരോഗം കർത്താവ് പരിപൂർണമായിട്ട് എടുത്തു മാറ്റി. BP നോർമലാണ്, ഷുഗർ നോർമല്, സകല രോഗവും കർത്താവ് എല്ലാം, കൊളസ്ട്രോൾ എല്ലാം നോർമലാണ്, ഒരു മരുന്ന് കഴിക്കേണ്ടെന്ന് ഡോക്ടർ പറയാനിടയുണ്ടായി. അത് മാത്രമല്ല, അന്നത്തെ വീഴ്ചയിൽ അവിടെ മസ്കറ്റിൽ വെച്ച് വീഴുന്നപ്പോൾ വലത് കൈ വന്ന് ബാക്കിലാവുന്ന അടിച്ച് ഒരു കൈ പൊട്ടലുണ്ടായി. അത് ഇവിടെ മെഡിക്കൽ കോളേജിലും പല ഇംഗ്ലീഷിലും ആയുർവേദത്തിലും പല ഡോക്ടർമാരെ ഇങ്ങനെ മാറി മാറി കാണിച്ചു. അപ്പൊ എല്ലാ ഡോക്ടർമാരും പറയുകയുണ്ടായി, ഇത് ഓപ്പറേഷൻ ചെയ്താലേ മാറുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തോടു കൂടി കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച ആ സമയത്ത് തന്നെ കർത്താവ് ഈ പൊട്ടല്
പരിപൂർണമായി സൗഖ്യമാക്കി. ഇപ്പോൾ അതിനുശേഷം ഒരു ബുദ്ധിമുട്ടില്ല. ഈ കൈ കൊണ്ട് എല്ലാ കഠിനമായ ജോലി ചെയ്യാനുള്ള കൃപ കർത്താവ് കൊടുത്തു. അത് മാത്രമല്ല, ഇയാൾ പറയുകയുണ്ടായി, ഞാൻ ഇനി അങ്ങോട്ട് മസ്കറ്റിൽ പോകുന്നില്ല, ഇനി പോയാൽ എനിക്ക് വന്ന രോഗങ്ങളെല്ലാം തിരിച്ചു വന്ന് ഞാൻ മരിച്ചു പോകും, അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒരു സ്ഥാപനം നോക്കി ഞാൻ ഇവിടെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥനയിൽ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച് ഒരു സ്ഥാപനം. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, സ്ഥാപനങ്ങളൊക്കെ സിറ്റിയിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് മനസ്സറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കർത്താവ് ഒരു സ്ഥാപനം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ച് 3-ാം ദിവസം തന്നെ ഒരു നല്ലൊരു സ്ഥാപനം കർത്താവ് കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ കോസ്മോ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരു നല്ലൊരു സ്ഥാപനം നല്ല രീതിയിൽ നടത്തി. ഇപ്പോൾ 2 ആളിന്റെ ആരോഗ്യത്തോടു കൂടി ജോലി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്ത യേശു കർത്താവിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് അടിയങ്ങളുടെ സാക്ഷ്യങ്ങൾ വിരമിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏകദേശം 1 വർഷക്കാലമായി എനിക്ക് അടിക്കടി ജലദോഷം വരുമായിരുന്നു. ആദ്യമൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ മാറുമായിരുന്നു. പിന്നീട് എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അവസ്ഥയായി. തുടർച്ചയായുണ്ടാകുന്ന തുമ്മൽ കാരണം ഞാൻ വളരെ വിഷമിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഞായറാഴ്ച ആരാധനയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആരാധനയുടെ അവസാന ഭാഗം സിസ്റ്റർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സിസ്റ്റർ എന്റെ അവസ്ഥ ഇപ്രകാരം വെളിപ്പെടുത്തി. മെയിൻ ഹാളിൽ വലതു ഭാഗത്ത് ഒരു വ്യക്തി തുടർച്ചയായ തുമ്മൽ കാരണം കഷ്ടപ്പെടുന്നു. ആ വ്യക്തിയെ യേശു കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഇതേ സമയം അപ്പോൾ തന്നെ യേശു കർത്താവ് എന്നെ തൊട്ട് എനിക്ക് അത്ഭുത സൗഖ്യം നൽകി. ഇപ്പൊ എനിക്ക് മരുന്നൊന്നും വേണ്ട, അതിനുശേഷം മരുന്നൊന്നും കഴിക്കേണ്ടി വന്നില്ല. ഇപ്പോൾ തുമ്മലുണ്ടോ? ഇല്ല, ഇപ്പോൾ തുമ്മലിന്റെ അസുഖം എല്ലാം പൂർണ്ണമായി ദൈവം എടുത്തു മാറ്റി എനിക്ക് സൗഖ്യം തന്നു. എനിക്ക് അത്ഭുത സൗഖ്യം തന്നി യേശു കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. 1978 കാലയളവിൽ എനിക്ക് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരു കാഷ്വൽ തൊഴിലാളിയായിട്ട് ജോലി ഉണ്ടായിരുന്നു. അതിനുശേഷം പിരിച്ചുവിട്ടു. 1992 അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സ്ഥിര നിയമനം കിട്ടി. 2002 പെൻഷൻ അർഹതയോടുകൂടി വിരമിച്ചു. അതിനുശേഷം ഞാൻ മുൻകാല സർവീസിന് വേണ്ടി ഗവൺമെന്റിനെ സമീപിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ 30 വർഷത്തേക്ക് മുന്നേ ഉള്ള സർവീസ് റെക്കോർഡുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾക്ക് തരാൻ സാധ്യതയില്ല, നിങ്ങൾ രേഖ കൊണ്ട് തരുമെങ്കിൽ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. എൻ്റെ രേഖകളൊന്നും കൊടുക്കാനില്ല. ഞാൻ പല വാതിലുകളും മുട്ടി, എനിക്ക് ഒരു ഗുണവും എനിക്ക് ഉണ്ടായില്ല. ഞാൻ ഉടൻ തന്നെ ലോകായുക്ത കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 8 വർഷത്തെ സർവീസ് തരാൻ വേണ്ടി കോടതി എനിക്കൊരു വിധി ഉണ്ടായി. ആ വിധിയും ഗവൺമെന്റ് മാനിക്കാതെ വന്നു. ഞാൻ പല വാതിലുകളും ഓർഡറും കൊണ്ട് പോയിട്ടും എനിക്ക് അവരെ തരാതെ ഇരുന്നു. 1 വർഷം 10 ദിവസം വരെ ഞാൻ കാത്തു. എനിക്ക് അവർ തരൂല്ല എന്ന് നിശ്ചിതമായിട്ട് പറഞ്ഞു. അവസാനം ഞാൻ ഒരു ദിവസം സിസ്റ്ററെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ പ്രാർത്ഥന, ആ അത്ഭുതം തന്നെ ദൈവം പ്രവർത്തിച്ചു. ആ വാരത്തിലെ കോടതി വിചാരണയ്ക്ക് കോടതി ഒരു ഉത്തരവിട്ടു. എന്റെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന തലവൻ കോടതിയിൽ ഹാജരായി 1 മാസത്തിനുള്ളിൽ കാരണം ബോധിപ്പിക്കണം, എനിക്ക് തരാത്ത കാരണം എന്താണെന്ന് ബോധിപ്പിക്കണമെന്ന് കോടതി ഒരു ഉത്തരവിട്ടു. അവർ ഓട്ടം പിടിച്ചു. എനിക്ക് പേപ്പർ അയച്ചു, റെക്കോർഡുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞു. എന്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാർക്കും കത്തുകൾ അയച്ചു. അവരെ വിളിച്ചു വരുത്തി അന്വേഷണങ്ങൾ നടത്തി. അപ്പൊ അവരുടെ അന്വേഷണത്തിൽ എനിക്ക് 8 വർഷമില്ല, 6 വർഷമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. ശരി, അങ്ങനെ ഈ കോടതി ഉത്തരവിട്ട 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഈ 16 വർഷത്തെ സർവീസ് എന്റെ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തി എനിക്ക് തരാനുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നതിന് ശേഷം
കോടതിയിൽ അവര് ഹാജരായി ഇപ്രകാരം ബോധ്യപ്പെടുത്തി. ഞങ്ങൾക്ക് കൊടുക്കാൻ യാതൊരു വിസമ്മതവുമില്ല. അത് AG ഓഫീസാണ് വിസമ്മതം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 8 വർഷത്തെ സർവീസ് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ അന്വേഷണത്തിൽ 6 വർഷത്തെ സർവീസ് ഞങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിന് എല്ലാ ആനുകൂല്യവും കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം വളരെയധികം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കൂടാതെ ഞാൻ 2.5 വർഷക്കാലം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. ഈ 2.5 വർഷക്കാലവും എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു അഡ്വക്കേറ്റുമായിട്ടുമാണ് ഞാൻ ബന്ധപ്പെട്ടത്. ഞാൻ ഈ 2.5 വർഷക്കാലത്ത് ഫീസ് ഇനത്തിൽ എന്റെ ഒരു പൈസ പോലും അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല. കാരണം എന്റെ ദൈവം എന്നെ പ്രവർത്തിച്ചു. ഞാൻ ഈ പ്രയർ ഗാർഡനിൽ സ്ഥിരമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ, സ്ഥിരമായിട്ട് വന്ന് വിശ്വാസത്തോടെ വരുന്നത് കൊണ്ട് തന്നെ ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ കാശ് കൊടുത്തു. അപ്പോ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈ കാശ് കയ്യിലെടുക്കുക, നിങ്ങളെ കാശ് എനിക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളവർ വരും, അങ്ങനെ ഉള്ളവരിന്ന് ഞാൻ കാശ് വാങ്ങിച്ചുകൊള്ളാം, ഞാൻ നിങ്ങളുടെ കാശ് എനിക്ക് വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. കൂടാതെ ഇപ്പോ എനിക്ക് തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഒരു ജോലി ഉണ്ട്. ഇവിടെ നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് എനിക്ക് ജോലി. ഞാൻ ആ 200 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ആരാധനയ്ക്ക് കൃത്യമായിട്ട് ഞാൻ മുടങ്ങാതെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ദൈവം അവിടെയും എന്നെ അത്ഭുതകരമായിട്ട് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നെ എല്ലാ വിധത്തിലും, എന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം എനിക്ക് അനേകം നന്മകൾ തന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയേറെ അത്ഭുതം പ്രവർത്തിച്ച എന്റെ യേശുവപ്പന് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. കൂടാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട ബ്രദറിനും സിസ്റ്ററിനും യേശുവപ്പന്റെ നാമത്തിൽ സ്തോത്രം അർപ്പിക്കുന്നു. ആമേൻ. ഞാൻ സാക്ഷി പറയുന്നത് അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയ്ക്ക് ബ്ലീഡിംഗ് ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു യൂട്രസിൽ മുഴയാണെന്ന്. അടുത്ത് സ്കാൻ ചെയ്യുമ്പോൾ മുഴ വളരുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. നമ്മൾ ഡോക്ടർ കാണുന്നതിന് മുമ്പേ സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവ് അത്ഭുത സൗഖ്യം തന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ തന്നെ അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചു. ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട, യൂട്രസിൽ മുഴയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത്രയും വലിയ അത്ഭുതം പ്രതി യേശുവിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത സാക്ഷ്യം പറയുന്നത് അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അമ്മയ്ക്ക് 2 വർഷക്കാലമായി കാലിന് അലർജി കാരണം മഴയത്ത് വെളിയിലൊന്നും ഇറങ്ങാൻ കഴിയില്ലായിരുന്നു. വളരെ ഭാരപ്പെട്ടിരുന്നു. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ആരാധനയിൽ ബ്രദർ വിളിച്ചു പറയുകയുണ്ടായി, കാലിന്റെ അലർജി കാരണം വെളിയിൽ ഇറങ്ങാൻ കഴിയാത്ത അനേകരെ കർത്താവ് ഇതാ തൊടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ അലർജി എന്ന രോഗമില്ല. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു എന്റെ സാക്ഷ്യത്തിന് ഒരുമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെക്കുറിച്ചാണ്. എന്റെ ആദ്യത്തെ കുഞ്ഞ് അബോഷനായി പോയി. ഞാൻ വളരെയധികം ഭാരത്തോടെ ആയിരുന്നു. ഞാൻ സിസ്റ്റർ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടു. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ തരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം എനിക്കൊരു ആൺ തലമുറയെ തന്നെ എന്നെ കാത്തു. എന്റെ ദൈവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിന് വിടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എന്റെ മകൾക്ക് വേണ്ടിയാണ്. എന്റെ മകൾക്ക് തൊണ്ടയിൽ ഉമിനീർ ഗ്രന്ഥി ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ SAT ഹോസ്പിറ്റലിലേക്ക് മോളെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം. അങ്ങനെ അവിടെ വെച്ച് സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു മേജർ ഓപ്പറേഷൻ വേണം, ഉമിനീരിന്റെ ബ്ലോക്ക് എന്നാലേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ഡേറ്റ് നൽകി. ഞങ്ങൾ വളരെയധികം പ്രയാസത്തിലായിരുന്നു. വീട്ടിൽ വന്ന് ഓപ്പറേഷൻ ദിവസം അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഞാനിവിടെ ആരാധനയ്ക്കൊന്ന് എന്നിട്ട് വീട്ടിലിരുന്ന് ഫോണിലൂടെ ഞാൻ സിസ്റ്ററെ ഫോണിലൂടെ വിളിച്ച് ഫോണിലൂടെ ഈ വിഷയം പറഞ്ഞ് സിസ്റ്റർ ഉടനെ തന്നെ മോൾക്ക് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കർത്താവ് സൗഖ്യം നൽകിയിരിക്കുന്നു, ഇനി ഓപ്പറേഷൻ മോൾക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ദിവസം അടുത്തപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഒരിക്കൽ കൂടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് നോക്കി. സ്കാനിങ്ങിന്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് രോഗം സുഖമായി, ഇനി മോൾക്ക് ഇനി ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. എന്റെ മകൾക്ക് ഓപ്പറേഷൻ കൂടാതെ ഇത്രയധികം വളരെയധികം സൗഖ്യം നൽകിയ എന്റെ ദൈവത്തിന് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. എനിക്ക് 10 വർഷമായിട്ട് സ്വന്തമായിട്ടൊരു ഭവനമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ആരാധനയിൽ വന്ന് പങ്കെടുത്ത സിസ്റ്ററിനോട് പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു ഭവനം ദൈവം ഒരുക്കി തരുമെന്നു. അത് മുഖാന്തരം ഞങ്ങൾക്ക് ഒരു ഭവനം ദൈവം പൂർത്തീകരിച്ച് തന്നെ ഞങ്ങളെ എത്രയും പെട്ടെന്ന് താമസിക്കാനും സാധിച്ചു. കഴിഞ്ഞ ആഴ്ച വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ തന്നെ ഇവിടെ ഒരു ലെറ്റർ എഴുതിയിട്ടിരുന്നു, സ്വന്തമായിട്ടൊരു ജോലിയില്ല. അങ്ങനെ ഇവിടെ നിന്ന് ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞിട്ട് പോയി തിങ്കളാഴ്ച എനിക്ക് ഒരു രജിസ്റ്റേർഡ് കാർഡ് വന്നു. തിങ്കളാഴ്ച 15-ാം തീയതി ഒരു ഇന്റർവ്യൂ ഉണ്ട് ടൈപ്പിസ്റ്റായിട്ട്. ദൈവം പ്രാർത്ഥനയ്ക്ക് തക്കതായിട്ട് അപ്പോഴപ്പോഴ ഓരോ ആവശ്യങ്ങൾ അറിഞ്ഞ് തരുന്ന വൻ കൃപയോർത്ത് നന്ദി പറയുന്നു. മൂന്നാമതായി സാക്ഷ്യം പറയുന്നത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ്. എൻ്റെ അനിയത്തി 7-ാം മാസത്തിൽ ഇളയ കുട്ടിയെ
മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കൂടുതലായിട്ട് ചെക്കപ്പിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയായിരുന്നു SIT കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രഷറൊക്കെ കൂടിയിട്ട് പെട്ടെന്ന് ഉടനെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടൂലെന്ന്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവളുടെ ദേഹമൊക്കെ നീരായിട്ട് മരണാവസ്ഥപ്പെടുന്ന അവസ്ഥയായിരുന്നു. മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ട് സംസാരിക്കാൻ പോലും നിവർത്തിയില്ലാതെ, വെള്ളം കൊടുക്കാതെ ഒരാഴ്ചയോളം അവിടെ ഡ്രിപ്പോട് കൂടി കിടക്കുകയായിരുന്നു. ഇവിടെ ഒരു വ്യാഴാഴ്ച ഒരു ആരാധന വന്ന് ഒരു ലെറ്റർ എഴുതിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. രാത്രി ഇവിടുത്തെ ആരാധന കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ പിന്നെ ഒരു ഫോൺ വന്നു, എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കൊടുക്കാമെന്ന്. ഇവിടെ ആരാധനയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് പരമായിട്ട് പിറ്റേ ദിവസം പിന്നെ നീരെല്ലാം മാറുകയും അവൾക്കും കുഞ്ഞിനും യാതൊരു കുഴപ്പവുമില്ലാതെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ച വൻ കൃപയോർത്ത് നന്ദി പറയുന്നു. ഇവിടെ ഈ ആരാധന വരുന്നതും മുഖാന്തരം ഓരോ ആവശ്യങ്ങൾക്കും ദൈവം അറിഞ്ഞ് സമാധാനവും കടഭാരങ്ങളെല്ലാം മാറ്റുന്ന വൻ കൃപയോർത്ത് ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറയാൻ പോകുന്ന സാക്ഷി എൻ്റെ മൂന്നാമത്തെ മകന് വേണ്ടിയാണ്. 18 വയസ്സ് വരെ അവന് ഒരു രോഗമില്ലായിരുന്നു. അങ്ങനെ പിന്നെ മഹേന്ദ്ര ഒരു നെയ്യാറ്റങ്കരിൽ നിന്ന് പൊഴിയൂർ പോണ മഹേന്ദ്ര കിളിയായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഇവൻ തലച്ചുറ്റി ബോധം കെട്ട് വിടുമായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ എടുത്തു കൂട്ടി കൊണ്ടുവരുമായിരുന്നു. പിന്നെ PRS ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ 15 ദിവസം കിടക്കുകയുണ്ടായി. അങ്ങനെ ഒരു രോഗം അവർ സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കര രോഗമാണ്, ഇതിന് ഒരുപാട് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് 1000 രൂപയ്ക്കുള്ള മരുന്ന് ഇഞ്ചക്ഷനാണ് കുത്തിവെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കും പൈസ അപ്പോഴത്തെ അവസ്ഥ പോരാ. അങ്ങനെ ഇപ്പം ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ കൊണ്ടുവന്നു. വീണ്ടും മകേന്ദ്ര വണ്ടി തന്നെ കിളിയായിട്ട് നേറ്റങ്കര ഓടാൻ വേണ്ടി പോയി. അവിടെ വെച്ച് തന്നെ ബോധം കെട്ട് വീഴുന്ന അവന് ഒട്ടും തന്നെ ബോധമില്ലാതെ കിടക്കുകയുണ്ടായി. അവിടെ നിന്ന് വണ്ടി പിടിച്ച് ആളുകളെ എടുത്തു കൂട്ടിയാണ് അവനെ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പോഴത്തേക്ക് അന്ന് തന്നെ സിസ്റ്ററിനെ ഒരു ശനിയാഴ്ചയാണ് ഞാൻ വിളിച്ച് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ്, സിസ്റ്ററെ എൻ്റെ മകന് വേണ്ടി ഞാനാണ് പ്രാർത്ഥിക്കണം, അത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും, നിങ്ങൾ നാളെ ഇവിടെ ആരാധനയിൽ കൊണ്ടുവരണം, ആരാധനയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അതേപോലെ പിറ്റേന്ന് ഞായറാഴ്ച ആരാധന പങ്കെടുക്കുവാൻ അവനെയും കൊണ്ടുവന്നു. സിസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ ആ സമയം മുതൽ അവന് ഇതുവരെ അങ്ങനെ ഒരു രോഗം ഉണ്ടായില്ല. അവൻ വിദേശത്തേക്ക് പോയി 3 മാസം കൊണ്ട് ജോലി ചെയ്യുന്നു, ഒരു രോഗമില്ല എന്ന് വിളിച്ചു പറഞ്ഞു. ഇത്രയും കോടാകോടി സ്തോത്രം ദൈവത്തിന്, യേശുവിന് നന്ദി. യേശു ഒപ്പം വിടുവിച്ചാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവെ നന്ദി. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. ഭർത്താവ് 2 പ്രാവശ്യം വിദേശത്ത് പോയി ശമ്പളം കിട്ടാൻ വളരെ കഷ്ടപ്പെട്ട് നിരാശനായി മടങ്ങി നാട്ടിൽ വന്നു. 3-ാം പ്രാവശ്യം പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതേ അവസ്ഥയാണ് വരുന്നത്. വളരെ നിരാശനായിരുന്നു. ഇപ്പോഴത്തെ തലേ ദിവസവും ഞങ്ങൾ സിസ്റ്ററുടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് സിസ്റ്റർ പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം കൂടെ ഉണ്ട്, അനുഗ്രഹിക്കുന്നു. അതുപോലെ നല്ലൊരു കമ്പനി കിട്ടി, നല്ല ശമ്പളവും കിട്ടി. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം 8 മാസം കഴിഞ്ഞപ്പോൾ കമ്പനിയിലെ എല്ലാ ആൾക്കാരെയും കയറ്റിവിടാൻ തുടങ്ങി. എന്റെ ഭർത്താവിനെ മാത്രം ഇന്നും ശമ്പളം കൊടുത്ത് അവിടെ ജോലി ചെയ്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ചെയ്ത ദൈവത്തിനാൽ കൂടെ നന്ദി പറയുന്നു. 2ാം സാക്ഷി പറയുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയ്ക്ക് പ്രഷർ കൂടി, കൈയും കാലും തളർന്ന് സംസാരത്തിന് ശേഷിയെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ രോഗം ഭേദമായാലും എന്തെങ്കിലും അംഗവൈകല്യത്തോടെ തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ആശുപത്രിയിൽ ഇരുന്നുകൊണ്ട് എന്നെ സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ ഫോൺ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല, എന്നാലും കൊടുക്കാൻ പറഞ്ഞ സിസ്റ്റർ ഫോണിൽ കൂടെ പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ അമ്മയ്ക്ക് സംസാരശേഷിയും എല്ലാം ഇതായി, ഒരു കുറവുമില്ലാതെ ആദ്യത്തെ പോലെ എല്ലാ ആരോഗ്യം തിരിച്ചെന്ന ദൈവത്തിന് കൂടാകൂടി നന്ദി പറഞ്ഞുകൊണ്ട് സ്തംഭനം മാറിയോ? അമ്മയുടെ സ്തംഭന രോഗം പൂർണ്ണമായിട്ട് മാറിയോ? പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അങ്ങയുടെ സാന്നിധ്യത്തിനായി യേശുവേ നന്ദി. ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് താങ്ക് ഹിം. ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും 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 ആരും മൗനികളായി നിൽക്കരുത്. ആരും കയ്യും കെട്ടി ഉറങ്ങി നിൽക്കരുത്. കരം ഉയർത്തി കരം തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കൃപ 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 കൃപ. എല്ലാവരുടെ കരം ഉയരട്ടെ. കരം ഉയർത്തി കരം തട്ടുക. കൃപ 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 കൃപ. പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി ബന്ധിച്ചിരിക്കുന്ന
സാത്താന ബന്ധന കയറുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അറുക്കുന്നു. വിടുതൽ 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 വിടുതൽ. ആമേൻ. ദൈവകൃപ വ്യാപരിക്കുന്നു നിങ്ങളിൽ 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 എല്ലാരിലും. എണ്ണമില്ല പാപം എന്നിൽ നിന്ന് നീക്കാൻ എന്നെ കനിഞ്ഞ എണ്ണമില്ല പാപം എന്നിൽ നിന്ന് നീക്കാൻ എന്നെ കനിഞ്ഞ നാമോ അന്യനെന്ന മേലെഴുത്തു എന്നൈക്കുമ മാച്ചു തന്ന ഉന്നതന്റെ വന്യ അന്യനെന്ന മേലെഴുത്തു എന്നൈക്കുമ മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമോ. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം ഏഴയെ നീക്കിൻപ ശ്രീയേശുനാമം അതിശയനാമം ഏഴയെ നീ പാപപരിഹാരാർത്ഥം പാടകരെ തേടി പാരിടത്തിൽ വന്ന പാപപരിഹാരാർത്ഥം പാടകരെ തേടി പാരിടത്തിൽ വന്ന പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിട്ടന്ന പുണ്യന പാപമറ്റ അഗ്നി 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 power from above, power from above to sanctify you. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന അഭിഷേക തീ, നിങ്ങളെ ശുദ്ധീകരിക്കുന്ന അഭിഷേക തീ. ആമേൻ 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 ആമേൻ. കൃപ കൃപ കൃപ. ആനന്ദിക്കുക, സന്തോഷത്താൽ നിറയുക. പൊതു ശക്തി വ്യാപരിക്കുന്നു, പൊതു ശക്തി വ്യാപരിക്കുന്നു. നിറച്ചതിനായി നന്ദി. എല്ലാരെയും അനുഗ്രഹിച്ചയക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്ന യേശുനാമത്തിൽ തന്നെ. ആമേൻ. ഐസയ 10:27 വചനം. ഐസയ 10:27. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. The anointing shall break the yoke. ഐസിയ പ്രവാചകൻ മുഖാന്തരം സ്വർഗത്തിലെ അരുളി ചെയ്യുന്ന പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ഹല്ലേലൂയ. അഭിഷേകം நிமித்தம் வசனம் சொல்லுகிறது முகம் முறிந்து போகும். ஆமென். Hallelujah, hallelujah. Amen. The anointing shall break the yoke. நுகங்களை இன்னு தகர்க்கின்ற அபிஷேக சக்தி. புஷ்டி நிமித்தம் நுகம் முறிഞ്ഞു പോകും. അതാണ് ഇന്നത്തെ ചിന്താവിഷയം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാൻ 15 അധ്യായം 10 വചനത്തിൽ കൽപ്പനകൾ, ദൈവ കൽപ്പനകൾ പ്രമാണിച്ചാൽ നീ ദൈവ സ്നേഹത്തിൽ വസിക്കും. ആമേൻ.
ദൈവ സ്നേഹത്തിൽ വസിക്കുന്നവൻ, കർത്താവിന്റെ അരുളപ്പാട് അനുസരിക്കുന്നവൻ. നീ ദൈവത്തെ സ്നേഹിച്ചാൽ, സദൃശവാക്യം 8:17 നമ്മ പഠിപ്പിക്കുന്നു, ദൈവം നിന്നെ സ്നേഹിക്കും. എങ്ങനെ ദൈവം നിന്നെ സ്നേഹിക്കും? റോമർ 5-ാം അധ്യായം 5-ാം വചനം നമ്മ പഠിപ്പിക്കുന്നു, തന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു പകർന്ന് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആമേൻ. ഹൃദയത്തിൽ ദൈവാത്മാവിന്റെ നിറവ്, അകത്തെ മനുഷ്യനിൽ അഭിഷേകത്തിന്റെ നിറവ്. അതാണ് എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വചനം നമ്മ പഠിപ്പിക്കുന്നു, നിന്റെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുന്നു. അഥവാ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാം വചനത്തിൻ പ്രകാരം നിന്റെ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നു. ദൈവാത്മാവിൽ ഒരു പുതുക്കം, ദിവ്യ ശക്തിയിൽ ഒരു പുതുക്കം. ആ പുതുക്കമാണ് നീ പ്രാപിച്ചെടുക്കേണ്ട പുഷ്ടി. ആ പുഷ്ടി നിമിത്തം നിന്നെ തകർക്കുന്ന നുഖങ്ങളൊക്കെയും അത് തകർത്തു പോടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുഷ്ടി നുഖത്ത് തകർക്കും. അഭിഷേക ശക്തി നുഖത്ത് തകർക്കും. വേദ പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാം വചനത്തിൽ പ്രവാചകൻ മോശെ അഭിഷേകത്തിന്റെ നിറവിൽ ചെങ്കടൽ മുമ്പിൽ നിന്ന് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. He just stretched out his hand. പ്രവാചകൻ മോശെ തന്റെ കരം നീട്ടി, അപ്പോൾ തന്നെ ചെങ്കടൽ 2 തുണ്ടായി. ഹല്ലേലൂയ. 2 വിഭജിക്കപ്പെട്ട് പുഷ്ടി മുഖത്തെ തകർത്ത് കളഞ്ഞ് ഒരു മനുഷ്യൻ നിറഞ്ഞുന്ന പുഷ്ടി ചെങ്കടലിനെ തകർത്ത് കളഞ്ഞ് പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ജോഷുവ 3-ാം അധ്യായം 13-ാം വചനത്തിൻ പ്രകാരം, ജോഷുവ 4-ാം അധ്യായം 18-ാം വചനത്തിൻ പ്രകാരം ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന ലേവിയ പുരോഹിതന്മാരുടെ ഉള്ളംകാലുകൾ ജോർദാന്റെ വെള്ളത്തിന്റെ മേൽപ്പരപ്പിൽ പടിഞ്ഞപ്പോൾ ജോർദാൻ 2 വിഭജിക്കപ്പെട്ട് പുഷ്ടി നിമിത്തം ജോർദാൻ 2. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ന്യായാധിപന്മാർ പുസ്തകം 15-ാം അധ്യായം 15-ാം വചനത്തിൻ പ്രകാരം ശിംശോന്റെ കരത്തിലുള്ള ഒരു പച്ച താടിയല്ല്, കഴുതക്കുട്ടിയുടെ ഒരു പച്ച താടിയല്ല് 1 സെക്കൻഡിൽ 1000 പേരെ വീഴ്ത്തി. താടി എല്ലിന്റെ ശക്തിയല്ലേ, ശിംശോനിൽ നിറഞ്ഞുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കൃപായുഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 39-40 വചനങ്ങളിൽ പേടമാനെന്നർത്ഥമുള്ള തബീഡ യോപ്പ പട്ടണത്തിൽ മരിച്ചുപോയി. അവൾ അടക്കുവാൻ വേണ്ടി ഒരുക്കിയിരുത്തിരിക്കുന്നു. വിധവകൾ നിലവിളിച്ച് കരയുന്നു, വിശുദ്ധന്മാർ ദുഃഖിച്ച് വിലപിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ശുശ്രൂഷിക്കുന്ന പത്രോസിനെ കൊണ്ടുവന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്യാൻസർ മാറാനല്ല, പനി മാറാനല്ല, പോളിയോമിസിസ് മാറാനല്ല, ഒരു രോഗസൗഖ്യത്തിനായല്ല. ഇവൾ മരിച്ചുപോയി, മരിച്ചവൾ ജീവിക്കണം, മരിച്ചവൾ ഉയർക്കണം, ഇവളുടെ ശരീരത്തിൽ വീണ്ടും മടങ്ങി വരട്ടെ ജീവന്. അങ്ങ് പ്രാർത്ഥിക്കണമേ. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 31-40 വചനത്തിൽ പീറ്റർ ഗാഡ്സ് അപ്പോസ്റ്റൽ knelt before the dead body. മരിച്ച ശവശരീരത്തിന്റെ മുമ്പിൽ പത്രോസ് മുട്ടിന്മേൽ നിന്ന് അവൻ കൽപ്പിക്കുന്നു, തബീഡേ എഴുന്നേൽക്കുക, മരിച്ച തബീഡേ എഴുന്നേൽക്കുക, യു തബീഡ റൈസ് അപ്പ്. ആ ശബ്ദം അഗ്നിയുടെ നിറവിൽ പുറപ്പെട്ട ആ വചനത്തിന്റെ ശബ്ദം മരിച്ചവൾക്ക് ജീവൻ നൽകി. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ഞാൻ ദൈവത്തിന്റെ ദാസൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നിലവിളിക്കും.
ഏത് അവസ്ഥയിലും ഒരു വിടുതൽ കൽപ്പിക്കുവാൻ നിങ്ങളുടെ ശിരസിൽ ഞാൻ കരമയച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. 10,000 പേരുടെ ശിരസിലും കൈവയ്ക്കുവാൻ വച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല. ഞാൻ നിലവിളിക്കും. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിലവിളിച്ചാൽ ഇന്ന് സ്വർഗം തുറക്കും. സ്വർഗത്തിലെ അഭിഷേക തീ ഇറങ്ങും. ആ പുഷ്ടി മാന്ത്രിക കെട്ടുകളെ നുറുക്കും, ബന്ധന കെട്ടുകളെ നുറുക്കും, പാപ ഇച്ഛകളെ നുറുക്കും, ക്യാൻസറിനെ മായ്ക്കും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മബലത്താലേ കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടും. യേശുനാമത്തിൽ ഇനി ശോകമില്ല. ജയം നാമം അവകാശമേ. ഇനി ശോകമില്ല. ജയം അവകാശമേ. 1.5 മണിക്കൂർ ഹൃദയം തുറന്ന് ശ്രദ്ധിച്ച് കേട്ട് സന്തോഷത്തോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ വന്നതുപോലല്ല നിങ്ങൾ മടങ്ങിപ്പോകുന്നത്. ആമേൻ. You shall not go back empty-handed. My God will not send you as empty-handed. നിങ്ങൾ ആരെയും വെറുങ്കയോട് കർത്താവ് അയക്കുകയില്ല. 100 കിലോമീറ്റർ അങ്ങപ്പുറത്തും ജനം വന്നിട്ടുണ്ട്, 200 കിലോമീറ്റർ അങ്ങപ്പുറം ജനം വന്നിട്ടുണ്ട്, 300 കിലോമീറ്റർ അങ്ങിൽ നിന്നും ജനം വന്നിട്ടുണ്ട്, 600 കിലോമീറ്റർ യാത്ര ചെയ്ത് മോശത്തോട് കർത്താവിന്റെ സന്നിധി വന്നിട്ടുണ്ട്. എന്റെ ദൈവം തൊടുന്നവനാണ്. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. വെറും നോക്കുകാരായിരിക്കരുത്, കാഴ്ചക്കാരായിരിക്കരുത്. 2 കരം ഉയരട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല. ജയം നാമകാമഭാഷമേ. ഇനി ശോകമില്ല. ജയം നാമകാമഭാഷമേ. എന്റെ വലതുഭാഗത്തിൽ ഫസ്റ്റ് റോയിൽ ഖസറിലിരിക്കുന്ന ഒരാൾ പാടാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വചനം ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു മണ്ണടഞ്ഞ ഒരു വ്യക്തിയുടെ ശബ്ദം സദാ ചെവിയിൽ കേൾക്കുന്ന സഹോദരനെ കർത്താവ് തൊട്ടിപ്പോൾ ശപിക്കമാക്കുന്നു. വിടുതലിൻ തീ വ്യാപരിക്കുന്നു. ആമേൻ. ഇതുപോലെ ബന്ധന കെട്ടുകളിൽ ആയിരിക്കുന്ന അനേകരെ കർത്താവ് തൊടുന്നതാ, 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 തൊടുന്നതാ. വിടുതലിൻ തീ വ്യാപരിക്കുന്നതാ, വിടുതലിൻ തീ വ്യാപരിക്കുന്നതാ എല്ലാരിലും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പുഷ്ടി എന്താണ്? നമ്പർ 1, ഗലാത്യർ 5-ാം അധ്യായം 1-ാം വചനം ശ്രദ്ധിപ്പിൻ. ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമമുഖം. പ്രിയമുള്ളവരെ, ദൈവ സ്നേഹത്തിൽ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതുന്ന ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യമാക്കി. ജീസസ് ക്രൈസ്റ്റ് സെറ്റ് യു ഫ്രീ. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അടിമനുഖം.
അടിമ നുഖത്തിൽ അകപ്പെട്ട് ഇന്ന് ദൈവസനിൽ കടന്നു വന്നിരിക്കുന്നുവോ, വചനം നിമിത്തം, അഭിഷേക നിമിത്തം ആ അടിമ നുഖത്തെ കർത്താവ് തകർത്തിന് സ്വാതന്ത്ര്യം നൽകും. അടിമ നുഖം എന്താണ്? അടിമ നുഖം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഒരു മനുഷ്യനെ തകർക്കുന്ന അടിമ നുഖങ്ങൾ: ഒന്ന്, അവൻ ചെയ്യുന്ന പാപം; രണ്ട്, കപടഭക്തി, വ്യാജഭക്തി. ഇത് രണ്ടും നുഖമാണ്. യേശുവിനെ കണ്ടുമുട്ടിയ നീ, കർത്താവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച നീ, പൗലോസ് മുന്നറിയിപ്പിക്കുന്ന ഒരു വശത്താലും വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതേ. പാപമെന്നുള്ള അടിമനുഖം, കപടഭക്തി, വ്യാജഭക്തി എന്നുള്ള അടിമനുഖം. ആദ്യം നാം ധ്യാനിക്കുവാൻ പോകുന്നത് വിലാപം 1:14 ശ്രദ്ധിക്കാം. വിലാപം 1:14. എന്റെ അതിക്രമങ്ങളുടെ നുഖം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു, അവ എന്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു. എന്റെ അതിക്രമങ്ങളുടെ നുഖം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തൻ ജെറേമിയ യൂദയെക്കുറിച്ച് വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്തി, എന്റെ അതിക്രമങ്ങളുടെ നുഖം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു. ഉളുന്നവൻ നുഖത്തെ കാളയുടെ കഴുത്തിൽ പിണച്ചിരിക്കുന്നത് പോൽ യൂദയെ നിന്റെ പാപത്തെ ദൈവത്തിന്റെ സ്വന്തം കരം പിണച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം, പ്രിയമുള്ളവരെ, നാം കാണിച്ചു കൂട്ടിയ സകല പാപപ്രവർത്തനത്തിന്റെ കണക്കുകൾ ദൈവസന്നിധിയിൽ ഉണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യോബിൻ പുസ്തകം 14 അധ്യായം 17 നമ്മെ പഠിപ്പിക്കുന്നു. യോബ് ദൈവഭക്തൻ എഴുതുന്നു, എന്റെ അതിക്രമം ഒക്കെയും ഒരു സഞ്ചിയിലാക്കി ദൈവം മുദ്ര ചെയ്തിരിക്കുന്നു. അവൻ പിണച്ചിരിക്കുന്നു, അവൻ കണക്ക് വെച്ചിരിക്കുന്നു. ഗലാത്യർ 4 അധ്യായം 7 പ്രകാരം, റോമർക്കെഴുതിയ ലേഖനം 2 അധ്യായം 6 പ്രകാരം, യോബിൻ പുസ്തകം 4 അധ്യായം 8 പ്രകാരം, 2 കൊരിന്ത്യർ 5 അധ്യായം 10 പ്രകാരം, 2 കൊരിന്ത്യർ 11 അധ്യായം 15 നമ്മെ പഠിപ്പിക്കുന്നു, അവനവന്റെ പ്രവൃത്തിക്ക് തക്ക ഒരു നാൾ ഫലം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ആകയാൽ പാപം ചെയ്യുവാൻ നടുങ്ങുക. ഈ പാപ സ്വഭാവത്തെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർ 12 അധ്യായം 1 മുറുകെ പറ്റുന്ന പാപം, the sin that shall easily ensnare you. முருக பற்றுന്ന பாவம். தமிழ் வேதாகமம் இவ்வண்ணம் சொல்லுகிறது, உன்னை சுற்றி நெருங்கி நிற்கிற பாவம். அல்லேலூயா. உன்னை சுற்றி நெருங்கி நிற்கிற பாவம். ஒரு மனுஷனை எப்போதும் சுற்றி பற்றி അവനോട് നെരുക്കമായി നിൽക്കുന്ന പാപം. ആമേൻ, ആമേൻ. അതാണ് മലയാളത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മുറുകെ പിടിക്കുന്ന പാപം. ഇന്ന് കൊടഞ്ഞെറിയുക. ആമേൻ. കള്ളുകുടി ഇന്ന് കൊടഞ്ഞെറിയുക, കൈക്കൂലി ഇന്ന് കൊടഞ്ഞെറിയുക. പാപത്തിന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കരുതേ. ഒരു ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഒട്ടകവുമായി വനപ്രദേശത്തിൽ യാത്രയായി. രാത്രി വിശ്രമിക്കുവാൻ ഒരു കൂടാരം അടിച്ച് ഒട്ടകക്കാരൻ കൂടാരത്തിലും ഒട്ടകത്തെ അടുത്തുള്ള ഒരു മരത്തിലും കെട്ടി. അർദ്ധരാത്രി തണുത്ത കാറ്റ്, ഒട്ടകത്തിന് തണുപ്പ് താങ്ങാൻ പറ്റിയില്ല. ഒട്ടകം കൂടാരത്തിനടുത്ത് യജമാനോട് ചോദിച്ച്, അല്ലയോ ചങ്ങാതി, ഭയങ്കര തണുപ്പാണ്, ഒന്ന് ഈ വാ ഒന്ന് കൂടാരത്തിന്റെ അകത്ത് വെച്ചോട്ടെ. മനസ്സലിഞ്ഞ് വാ വയ്ക്കാൻ സ്ഥലം കൊടുത്ത്. അല്പം കഴിഞ്ഞ് ഒട്ടകം ചോദിച്ചു, അല്ലയോ ചങ്ങാതി, ഭയങ്കര തണുപ്പാണ്, ഈ തലകൂടെ ഒന്ന് കൂടാരത്തിനകത്ത് നീട്ടിക്കോട്ടെ. മനസ്സലിഞ്ഞ് തല വയ്ക്കാൻ സ്ഥലം കൊടുത്ത്.
വീണ്ടും ചോദിച്ച്, അല്ലയോ ചങ്ങാതി, എന്റെ 2 കാലും ഒന്ന് നീട്ടിക്കോട്ടെ. അവസാനം ഒട്ടകം അകത്തായി, ഉടമസ്ഥൻ പുറത്തായി. പ്രിയമുള്ളവരെ, ഒട്ടും സ്ഥലം കൊടുക്കരുത്, ഒട്ടും സ്ഥലം കൊടുക്കരുത്. ഇത് മുറുകെ പറ്റുന്ന പാപം, മുറുകെ പറ്റുന്ന പാപം, നിന്നെ അടിമപ്പെടുത്തുന്ന മുഖം. ആ അടിമനുഖം ഇന്ന് തകർന്നു പോകുവാൻ നാം നിലവിളിക്കാൻ പോകുന്നു. അഭിഷേക നിറവിൽ നാം നിലവിളിക്കാൻ പോകുന്നു. മുറുകെ പറ്റുന്ന പാപം കൊടഞ്ഞെറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും പ്രിയമുള്ളവരെ, ഉയരത്തിലേക്ക് നോക്കുക. അതാണ് നിന്റെ വിജയത്തിന്റെ ആരംഭപ്പടി. സ്തോത്രം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഭൂമിയിൽ ഉള്ളത് അല്ല, അഗ്നിക്കായി ദൈവം തമ്പുരാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഭൂമിയിൽ ഉള്ളത് അല്ല. സഹോദര സഹോദരി, കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വചനം നമ്മെ പഠിപ്പിക്കുന്ന ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചു കൊള്ളുക. ആമേൻ. ഭൂമിയിൽ എന്തുണ്ട്? 1 യോഹന്നാൻ 2-ാം അധ്യായം 16-ാം വചനത്തിൻ പ്രകാരം ഭൂമിയിൽ ജഡമോഹമുണ്ട്, ഭൂമിയിൽ കൺമോഹമുണ്ട്, ഭൂമിയിൽ ജീവനത്തിന്റെ പ്രതാപമുണ്ട്. ഇത് 3ഉം നീ ചെയ്യുന്ന പാപത്തിൽ നിന്ന് വെളിപ്പെടുന്നതാണ്. അത് നിന്നെ നാശത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. ആദിമ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ വേദപുസ്തകം സ്വർഗത്തിലെ ദൈവാദ്യം അവരോട് അരുളി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വചനത്തിൻ പ്രകാരം തോട്ടത്തിന്റെ നടുവിലുള്ള അറിവിന്റെ വൃക്ഷം മാത്രം നീ ഭക്ഷിക്കരുത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 3:6. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും ജഡമോഹം. അതാണ് ജഡമോഹം. ആ അറിവിന്റെ വൃക്ഷഫലം തിന്മാൻ നല്ലതും ജഡമോഹം വെളിപ്പെടുന്നു. 2-ാമത് കാൺമാൻ ഭംഗിയുള്ളതും, കാൺമാൻ ഭംഗിയുള്ളതും, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും. കാൺമാൻ ഭംഗിയുള്ളതും കൺമോഹം. അതാണ് കൺമോഹം. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, ജീവന്റെ പ്രതാപം. മുറുകെ പിടിക്കുന്ന പാപം ഇന്ന് പ്രിയമുള്ളവരെ കൊടഞ്ഞെറിയുക. ആമേ, ആമേ. ആദ്യം നല്ല സുഖം പോലെ തോന്നും. ആദ്യം പാപം ചെയ്യുന്നത് നല്ല സുഖം പോലെ തോന്നും. സദൃശവാക്യം 5-ാം അധ്യായം 4-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, പിന്നത്തതിലോ അത് കയ്പ്, അത് കയ്പ്. ഡൂയിങ് സിൻ ദാറ്റ് വിൽ എൻഡ് വിത്ത് ഡിസാസ്റ്റർ. അത് കയ്പ്. ആദ്യം വാ ഒന്ന് ശുദ്ധീകരിക്കാൻ, മണക്കാൻ വേണ്ടി മുറുക്കാൻ ചവയ്ക്കും. ആദ്യം അത് ജാളിയായി ചവയ്ക്കും. പിന്നെ ചവയ്ക്കുന്നത് കഞ്ചാവായിരിക്കും. മുറുക്കാൻ കഞ്ചയിൽ കൊണ്ടെത്തിക്കും. കൈക്കൂലി വേഷിത്തനത്തിൽ കൊണ്ടെത്തിക്കും. ആദ്യം അല്പം ബീറെ കഴിക്കുകയുള്ളു, പിന്നെ എത്തി നിൽക്കുന്നത് കാരം കൂടിയ കള്ളിലാണ്. അവസാനം അത് കയ്പാണ്. മുറുകെ പറ്റുന്ന പാപം ദൈവജനമേ ഇന്ന് ഉദറിത്തള്ളുക. ആമേൻ, ആമേൻ. പാപം ഐസയ 59 2-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഇറ്റ് ഈസ് യുവർ സിൻ that separate you from God. നീ ചെയ്യുന്ന പാപമാണ് നിന്നെ ദൈവ സന്നിധിയിൽ നിന്ന് നിന്നെ ഭിന്നിപ്പിക്കുന്നത്. ആകയാൽ പാപം ചെയ്യരുത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യെസക്കിയേൽ 18 4-ാം വചനം, യെസക്കിയേൽ 18, 19, 20 വചനങ്ങൾ. പാപം ചെയ്യുന്ന മനുഷ്യന്റെ അകത്തെ മനുഷ്യൻ മരിക്കും. ആകയാൽ പാപം ചെയ്യരുത്. സദൃശവാക്യം 5-ാം അധ്യായം
22 നമ്മ പഠിപ്പിക്കുന്നു, നീ ചെയ്യുന്ന പാപം നിന്നെ ഒരു നാൾ പിടിച്ചടക്കും, ആകയാൽ പാപം ചെയ്യരുതേ. റോമർക്കെഴുതിയ ലേഖനം 7:11 നമ്മ പഠിപ്പിക്കുന്നു, നീ ചെയ്യുന്ന പാപം നിന്നെ ഒരു നാൾ ചതിക്കും, നിന്നെ ഒരു നാൾ കൊല്ലും, ആകയാൽ പാപം ചെയ്യരുതേ. സങ്കീർത്തനക്കാരൻ എഴുതുന്നു, പാപം ചെയ്യുവാൻ നടുങ്ങുവേ. വേദപുസ്തകത്തിൽ ദൈവഭക്തനോട് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന 2 കാര്യങ്ങൾ എതിർത്ത് നിൽക്കുവാൻ നീയും ഞാനും എതിർത്ത് നിൽക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, യാക്കോബ് ലേഖനം 4:7 പ്രകാരം സാത്താനോട് എതിർത്ത് നിൽക്കാം. ആമേൻ. റെസിസ്റ്റ് ഡബിൾ. രണ്ടാമത്, നിങ്ങളും ഞാനും എതിർത്ത് നിൽക്കേണ്ടത് എബ്രായർ 12:4 പ്രകാരം പാപത്തോട് എതിർത്ത് നിൽക്കുക. റെസിസ്റ്റ് സിൻ ഇൻ യുവർ ലൈഫ്. എപ്രകാരം അടിമ നുഖമെന്നുള്ള പാപം ഇന്ന് നുറങ്ങിപ്പോകുന്ന ദിവസം. ഹൗ? എങ്ങനെ? യോഹന്നാൻ 7:38. യോഹന്നാൻ 7:38. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. യേശു കർത്താവ് അരുളി ചെയ്യുന്ന എങ്കിൽ വിശ്വസിക്കുന്നവൽ നിന്ന്. ആമേൻ. കാരണം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന, യേശു കർത്താവ് തന്നെ അരുളി ചെയ്യുന്ന, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അതാണ് ദൈവാത്മാവിന്റെ ഒഴുക്ക്. ക്രിസ്തുവിൽ വിശ്വസിക്കണം. Put your strong faith in Jesus. യേശുവിൽ മാത്രം വിശ്വസിക്കുക. എങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് ഒഴുകും. ആ ദൈവാത്മാവ്, ആ ബുഷ്ടി നിന്റെ ഹൃദയത്തെ ആക്രമിച്ചു വച്ചിരിക്കുന്ന പാപ കയറുകളെ അറുത്ത് പുറത്താക്കും. ബുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. രണ്ടാമത്, അടിമനുഖം, കപടഭക്തി. മർക്കോസ് 7:6 പ്രകാരം ഹൈപ്പോക്രസി, കപടഭക്തി. വാട്ട് ഡു യു മീൻ ബൈ ഹൈപ്പോക്രസി? എന്താണ് കപടഭക്തി? മർക്കോസ് സുവിശേഷം 7:6-7 സ്വർഗത്തിലെ ദൈവം ഹൃദയ നുറുക്കത്തോട് അരുളി ചെയ്യുന്ന, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ആമേൻ. ഈ ജനം തന്റെ അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ അവിടെ ഹൃദയമോ എന്നെ വിട്ട് ദൂരത്തകന്ന് നിൽക്കുന്നു. ഇതാണ് കപടഭക്തി. അതരം കൊണ്ട് സ്തോത്രം, ഹൃദയം കൊണ്ട് സൂത്രം. ആമേൻ. അതരം സ്തോത്രം പറയും, അതേ മനുഷ്യന്റെ ഹൃദയം സൂത്രം പ്രവർത്തിക്കും. അതാണ് കപടഭക്തി. അതരം ലോകത്തിന് വിട്ടുകൊടുക്ക. അതരം, ഹൃദയം. ഇന്ന് അനേക മനുഷ്യർ ഹൃദയം സാത്താന്, അതരം കർത്താവിന്. ഹൃദയം ലോകത്തിന്, അതരം കർത്താവിന്. ഹൃദയം പാപത്തിന്, വേശിത്തനത്തിന്, കള്ളിന്, കൈക്കൂലിക്ക്, വിഗ്രഹത്തിന്, പുണ്യവാളന്, മാനുഷ്യ ഉപദേശങ്ങൾക്ക്. നാക്ക് കർത്താവിന്. അരുത് പ്രിയമുള്ളവരെ, അത് കപടഭക്തി. എന്റെ കർത്താവ് നാം ഓരോരുത്തരോടും ചോദിക്കുന്നു. സദൃശവാക്യം 23-26 പ്രകാരം, എന്റെ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എല്ലാരും കരം ഉയർത്തി ഈ വചനം, യേശു കർത്താവ് പറയുന്ന ഈ വചനം ശബ്ദത്തോട് ഏറ്റുപറയാം. എന്റെ മകനെ
നിന്റെ ഹൃദയം എനിക്ക് തരുക. എന്റെ മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരുക. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹൃദയം കർത്താവിന് കൊടുക്ക. രണ്ടാമത് മർക്കോസ് 7:8 വചനം ശ്രദ്ധിപ്പിൻ. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യന്റെ സമ്പ്രദായം പ്രമാണിക്കുന്നു. ആമേൻ. അത് കപടഭക്തി. ദൈവ കൽപ്പന അനുസരിക്കേണ്ട ജനം ദൈവത്തിന്റെ കൽപ്പന വിട്ടുകളഞ്ഞിട്ട് മനുഷ്യന്റെ സമ്പ്രദായം അനുഷ്ഠിക്കുവാൻ നാം മിടുക്കന്മാരാണ്. അത് അടിമനുഖം. കപടഭക്തി ഒരു അടിമനുഖം. പേരെന്താണ് മിസ്റ്റർ എന്ന് ചോദിച്ചാൽ ക്രിസ്തുദാസ് എന്ന് പറയും. ഭാര്യയുടെ പേരെന്താണ്? ക്രിസ്റ്റീനാൾ എന്ന് പറയും. മോന്റെ പേരെന്താണ്? ക്രിസ്റ്റഫർ എന്ന് പറയും. വീട്ടിന്റെ പേരെന്താണ്? ക്രിസ്തു കൃപ. വാഹനത്തിന്റെ പേരെന്താണ്? ക്രൈസ്റ്റ്. ഇങ്ങനെ സർവമും ക്രിസ്തുമയം. ഒരു പ്രതികൂലം വന്നാൽ ഇയാൾ നേരെ പോയി നിൽക്കുന്നത് ജോത്സ്യന്റെ അടുക്കൽ. ഒരു പ്രതികൂലം വന്നാൽ ഇവൻ ഓടിപ്പോയി നിൽക്കുന്നത് പുണ്യവാളന്റെ മുമ്പിൽ. ഒരു പനി പിടിച്ചാൽ ഇവൻ ഓടിപ്പോയി നിൽക്കുന്നത് മാന്ത്രികന്റെ മുമ്പിൽ. പ്രിയമുള്ളവര്, ദൈവ കൽപ്പന വിട്ടുകളഞ്ഞിട്ട് മനുഷ്യന്റെ സമ്പ്രദായം അനുഷ്ഠിക്കുവാൻ തുനിയരുത്. അത് അപകടമായി തീരും. സമ്പ്രദായം അനുഷ്ഠിക്കുന്നവൻ കപടഭക്തൻ. അത് നുഖം, അടിമനുഖം. ഈ അടിമനുഖം ഇന്ന് അനേകരിൽ നിന്ന് കർത്താവ് അറുത്തുമാറ്റാൻ പോകുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 9 അധ്യായം 5 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ സമ്പ്രദായം അഥവാ ജഡീക നിയമം. സ്വർഗീയ നിയമമുണ്ട്, ജഡീക നിയമമുണ്ട്. സ്വർഗീയ നിയമം അനുസരിക്കണം, ജഡീക നിയമം പുറന്തള്ളിക്കളയണം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2 അധ്യായം 8 വചനത്തിൽ അത് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യ പാഠം. എന്താണ് ഈ ആദ്യ പാഠം? ഗലാത്യർ 4 അധ്യായം 10 വചനം ശ്രദ്ധിപ്പിൻ. ഗലാത്യർ 4:10. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് വെറുതെ ആയിപ്പോയോ? നിങ്ങൾ നാളുകൾ അനുഷ്ഠിക്കുന്നു, കാലങ്ങൾ അനുഷ്ഠിക്കുന്നു, തിരുനാൾ ആഘോഷിക്കുന്നു, ഉത്സവം ആഘോഷിക്കുന്നു. അത് കപടഭക്തി. കപടഭക്തി. അത് കപടഭക്തി. രാഹുകാലം നോക്കുന്നത് കപടഭക്തി. അത് കപടഭക്തി. അനേകർ കല്യാണക്കുറി അടിക്കുമ്പോൾ വിവാഹം 10-നും 10:30-ക്കും അഹം എന്ന് അയക്കും. ഈ അഹം വിട്ട് വെളിയിൽ പോയാൽ എല്ലാം തീർന്നു. അത് കപടഭക്തി. രാഹുകാലം അനുഷ്ഠിക്കുന്നത് കപടഭക്തി. നാള് നോക്കുന്നത് കപടഭക്തി. തിരുനാൾ ആഘോഷിക്കുന്നത് കപടഭക്തി. നമുക്ക് ഒറ്റ ഉത്സവം, അത് അവൻ സ്വർഗത്തിലെ ദൈവം ക്രൂസിൽ അവൻ ആഘോഷിച്ച് കഴിഞ്ഞ്. ആമേൻ. ഹല്ലേലൂയ. ചിലർക്ക് സമയം പോരാ. 33 വയസ്സ് വരെ സകല സമ്പത്തും സൗന്ദര്യവും പഠിത്തവും ഉണ്ടായിരുന്നിട്ടും പെൺകുട്ടിയെ കെട്ടിച്ചയക്കുകയില്ല. ചോദിച്ചാൽ പറയും, ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് സമയം തെളിയണമെങ്കിൽ 33 കഴിയണം. 33 വരെ ഇത് ജീവിച്ചിരിക്കുമെന്ന് ആർ നിനക്ക് പറഞ്ഞു തന്നത്? സമയം പോരാ. സമയം മോശം. നെയ്യാറ്റിൻകരക്കാർ പറയും, അയ്യേ സമയം അയ്യാം ബ്രദർ, സമയം അയ്യാം. എന്റെ ദൈവം നമ്മോടൊപ്പം എന്നും എല്ലാ നാളും ഉണ്ട് എങ്കിൽ ഒരു നല്ല സമയവുമില്ല, ഒരു ചീത്ത സമയവുമില്ല. ദൈവം കൂടെ ഉള്ളവന് എല്ലാ നാളും നല്ല നാള് തന്നെ. ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കണോ? ആനപ്പുറത്ത് സവാരി ചെയ്യുന്നവൻ താഴെ കിടന്ന് കുരയ്ക്കുന്ന പട്ടിയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ?
ദൈവ പൈതലേ, നീ നാളുകളെ ചൊല്ലി ഭയപ്പെടരുത്. ദൈവം ഉള്ളവന് എല്ലാ നാളുകളും ഒരുപോലെ തന്നെ കപട ഭക്തി വിട്ടുകളയുക. മൂന്നാമത് വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 1 തെസ്സലോനിക്കർ 1:9. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിയിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയുന്നു. ആമേൻ. അതാണ് ദൈവഭക്തി. ഹല്ലേലൂയ. കപട ഭക്തിക്കും ദൈവഭക്തിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിഗ്രഹം വിട്ട് ദൈവത്തിന്റെ ഭാഗത്തിൽ തിരിഞ്ഞു വരുന്നതിന്റെ പേർ ദൈവഭക്തി. ദൈവസന്നിധി വിട്ട് നാളും ഉത്സവം അനുഷ്ഠിക്കുവാൻ വേണ്ടി വിഗ്രഹത്തിന്റെ ഭാഗത്തിൽ തിരിയുന്നത് അതിന്റെ പേര് കപടഭക്തി. അത് അടിമനുഖം. ചിലർ മുട്ടയടിക്കുന്നു. മുട്ട കപടഭക്തി. ചിലർ താടി വളർത്തുന്നു, ചിലർ മുടി വളർത്തുന്നു. മെനിഞ്ഞാന്ന് ഒരു ആശാനെ കണ്ട് ഇങ്ങനെ ഒരു വട്ടം, അന്തോണി വട്ടം, അവന്റെ അപ്പന്റെ വട്ടം. ഡോണ്ട് പ്ലേ വിത്ത് ഗാഡ്. ദൈവത്തോട് കളിക്കരുത്. ചിലർക്ക് ജോസഫിന്റെ വട്ടം, ചിലർക്ക് മരിയുടെ വസ്ത്രം. ഈ ഉപദേശം നിനക്ക് ആര് പഠിപ്പിച്ച് തന്നത് മകളെ, മകനെ? സ്വർഗത്തിലെ ഒരുത്തൻ, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സദാ ജീവിച്ചിരിക്കുന്നവൻ, അവൻ മാത്രം ദൈവമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തു മാത്രം ദൈവമാകുന്നു. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്ത് പറയുക, ക്രിസ്തു മാത്രം ദൈവമാകുന്നു.